ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മൾ വീണ്ടും ഒരു ഗെയിം പ്ലേ ആയിട്ട് വന്നേക്കാണ്. ഗെയിം പ്ലേ അല്ല, നമ്മൾ കഴിഞ്ഞ ഒരു 5 ദിവസം പോയി വീട്ടിലാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെയാണിത്. സോ ഗൈസ്, അന്ന് നമ്മൾ ഫാമിലി കാറും യൂസ്ഡ് കാർ എന്താണെന്ന് ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തു ഗൈസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യൂസ്ഡ് കാർ തീറ്റ വണ്ടിയാണ്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞ് ബ്രോ ബൈക്ക് ഇറക്കെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ബൈക്ക് നമുക്ക് നാളെ ഇറക്കാം കേസ്. തൽക്കാലം നമുക്ക് ഈ വണ്ടി വെച്ച് കളിക്കാം. കേസ് കുറേ പേര് കമൻറ്റ് ചെയ്ത് ബ്രോ പറഞ്ഞത് കേസ് ഇത് കണ്ടില്ല, പെഡൽസൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്തോ ഒരു ഇവൻ്റ് നടന്നതുണ്ടായിരുന്നു. ആ ഇവൻറ്റിന് കിട്ടിയ സാധനമാണ് കേസ് പെഡൽസ്. പക്ഷേ എൻ്റെ ഓനെ ഈ വണ്ടി വെച്ച് ഓടിക്കുമ്പോൾ ഒരു മനസ്സുഖം. ഞാൻ ഇതൊരു നൈസ് വണ്ടിയാണെന്നാണ് കുറേ പേര് പറയണത്. ആ മധ്യകാലത്തിലൊക്കെ അയ്യോ സൂപ്പർ. തുടങ്ങിയല്ലോ ഫോട്ടോ എടുക്കല്. എന്നാലും ഗൈസ് നമുക്ക് കുറേ ഒരു കമൻ്റ് ഒന്നും ഇവൻ്റായിരുന്നു ഗൈസ്. ഞാൻ ഉണ്ടാക്കിയതല്ലേ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയത്. ഇത് വേറെ ഒന്നുമല്ല ഗൈസ്. നമുക്കില്ലേ, ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഫ്ലിപ്പ് അടിക്കുമ്പോൾ ഇങ്ങനെ പോണതില്ലേ, അത് മൊത്തമായിട്ട് ഒരു 2 കിലോമീറ്റർ പോകാൻ പറഞ്ഞു. അതിനകത്ത് നമുക്ക് പോകാം. പോകണമെന്ന് ഈ വണ്ടി ഞാൻ തോറ്റി. ഇനി ഈ വണ്ടിയിൽ നിന്ന് പോകാൻ വേണ്ടി എന്നെ കൊല്ലും. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടീനെ പെറുക്കാം കേസ്. നമ്മളിവിടെ ചെന്നോ കേസ്. എല്ലാവർക്കും അറിയുന്നൊരു ഗെയിമാണ് കാർ ഫോർ സെയിൽ. അത് കളിക്കണമെങ്കിൽ ഈ കമൻറ്റിൽ പറഞ്ഞേക്ക്, ഈ വീഡിയോയുടെ താഴെ. അത് പിന്നെ അറിയാലോ, എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് കേട്ടോ അത് എനിക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ട്. ശരി എന്നാ, ഇയാൾ എങ്ങനെ ഇരിക്കണത്? ഇവൻ്റെ തെറ്റ് കേസ്, ഇയാളത് തത്ത് കേസ്. നമുക്ക് വണ്ടി അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം കേസ്. അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള കാശ് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് എല്ലാ കാശ് എത്രയാണ് കൂട്ടി വെച്ച കാശ് നമുക്ക് പകുതി 50-50 കിട്ടി കേസ്. അതിന് ഗെയിം ഞാൻ കളിച്ച് നോക്കിയിട്ടില്ലേ പിന്നെ കേസ്. കുറേ ഒരു ഗെയിം പറഞ്ഞ് മറ്റേ ബൈക്ക് ഒന്ന് അൺലോക്കാക്കാൻ, ആ നീല ബൈക്കില്ലേ അത് അൺലോക്കാക്കാൻ. അയ്യോ സൂപ്പർ. നമുക്ക് ആക്ച്വലി റീസ്റ്റാർട്ട് അടിക്കാം. അങ്ങനത്തെ ഒരു ഫീച്ചർ ഈ ഗെയിമിലുണ്ടായിരുന്നു. അല്ലത് പണ്ടുണ്ടായിരുന്നതാണ്. ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് വർഷം എത്തിയിരുന്നു. പക്ഷെ 4 ഈ ഒരു പേട്ട വണ്ടി പിന്നെ 4 സ്റ്റേറ്റ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. ഐ മീൻസ് സ്ഥലങ്ങൾ 3 ഡെസേർട്ട്, ആർട്ടിക്, പിന്നെ ഈ സ്ഥലം കൺട്രി സൈഡ്. ഇത് 4 മാത്രമായിരുന്നു ആദ്യ കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ വണ്ടി ഗെയിം അങ്ങ് പോപ്പുലറായി ലോകശ്രദ്ധ പിടിച്ച് പറ്റിയിരിക്കുന്നു കേസ്. ഇപ്പം എല്ലാ ലോകത്തും നിന്ന് കളിക്കാറുണ്ട്. ഞാൻ വരെ ഈ ഗെയിമിൻ്റെ റീൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ റീൽ ഗെയ്സ് കറക്റ്റ് 15,000. പക്ഷെ എൻ്റെ പോലെ നമ്മൾ കുറച്ചധികം കാശെടുത്ത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൊടുക്കും ഗെയ്സ്. എനിക്കൊന്ന് ഈ സ്പീഡ് ഞാൻ മല കയറുമോ അതൊന്നും നോക്കണം കേട്ടോ. അയ്യോ യെസ്, അവിടെ ശ്രമിച്ചുകൊണ്ട് ഇയാളുടെ മരണം ആണെന്നിരിക്കുകയാണ് യെസ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രമിക്കാം. അണ്ണ തൽക്കാലം മരിച്ചോ അണ്ണഞ്ഞ് പറഞ്ഞ് ശരിയാകത്തില്ലല്ലോ, തയ്യാറല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി അവിടെ എത്തണ്ടേ കോപ്പ്. നമ്മൾ നൈസൊരു ചത്ത് നമുക്കപ്പോൾ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് മെച്ചം കിട്ടിയോ? 20,000 വഴി കിട്ടിയത് നമുക്ക് 1 ലക്ഷം രൂപ കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ആ കാശിട്ട് നമുക്ക് ബൈക്ക് ഓടിക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ബൈക്ക് മേടിച്ചേക്കാണ്. നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാം, എൻജിൻ അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ബൈക്ക് ഇനി എത്ര കിലോമീറ്റർ പോകുന്നു ദൈവത്തിനറിയാം. നമ്മളപ്പോൾ ബൈക്ക് വെച്ച് ഓടിക്കാൻ നോക്കണം ഗേസ്. അയ്യോ, വണ്ടിക്ക് എയർ കൺട്രോൾ ചെയ്യുക. ഈ വണ്ടിക്ക് ആവശ്യമില്ല എയർ കൺട്രോൾ. അതിൻ്റെ എയർ കൺട്രോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ അടഞ്ഞേ പോകത്തുള്ളൂ. അതവിടുത്തെ പരിപാടിയിൽ. അയ്യോ
ഇയാൾക്ക് ഒന്നെങ്ങനെ ഉണ്ടാവും അതെനിക്കറിയണമായിരിക്കും. അതിൽക്കാലം നമുക്കില്ലേ മറ്റേ ഇത് മറ്റേ വലിയ നടക്കാൻ നോക്കിയൊക്കെ നല്ല സ്പീഡിൽ പോകും കേസ്. അയ്യോ എന്താണ് കേസ് വണ്ടിക്ക് സ്പീഡില്ലേ കേസ്. ഒരു ദിവസം യഥാർത്ഥ പവറൊക്കെ അറിയും. നമ്മൾ കഴിഞ്ഞോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടികളുടെ യഥാർത്ഥ പവർ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഒയ്യോ വയ്യ തലമ പോണു ഞാൻ. ഒയ്യോ കേട്ട് ഓ ഷിറ്റ് ആ ഇയാൾ കാണിക്കുന്നു. നമുക്ക് ഗെയിം കളിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ കേസ് നമ്മൾ ഗ്യാരേജ് ഓപ്പൺ ആക്കണം. വേണ്ട നമുക്ക് തൽക്കാലം നൈട്രൊക്കെ ഉണ്ട് കേസ്. ഇതിൽ നൈട്രൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ട് കേസ് വണ്ടി ഞായറിൽ പോവും. നൈട്രൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റായത് ചെയ്ത് നമുക്കിപ്പോൾ എടുക്കണ്ട, നമുക്ക് എടുക്കാം അമ്മാരാത്തിട്ട് ഓക്കെ. എൻ്റെ അമ്മ അയ്യോ വണ്ടി ഇതേ പോണു. അയ്യോ എന്താ ഇപ്പം സംഭവിച്ചേ? അയ്യോ അയ്യോ you guys see I am not a professional driver guys. അല്ല I am a big professional guy guys. I am a big you are small എന്ന് പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ നിങ്ങൾ എന്നെ തട്ടിക്കുട്ടി കൊണ്ടായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ വെറുതെ പറയോ അതുകൊണ്ടാണ് ഗൈസ് നമ്മളായത്. ഇവിടെ നമുക്ക് ചെറിയ പണി കിട്ടി. വണ്ടിക്ക് ദേഷ്യം അയാളെ കൊണ്ടു ഫോട്ടോ എടുത്ത് അമ്മേ. ഗൈസ് ഇതാണ് തോന്നുന്നു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.